എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നിർമ്മല കോളേജിൽ നിസ്കാരമുറി വേണമെന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികൾ പ്രക്ഷോഭം നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. അത് ഒരു വിധത്തിൽ അസ്തമിച്ചു വരുന്നതിന് മുൻപേ തന്നെ അടുത്ത ഇഷ്യൂ ഇറങ്ങിയിരിക്കുകയാണ്. പൈങ്ങോട്ടൂർ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിസ്കാരമുറി വേണമെന്ന് പറഞ്ഞ് കുറച്ച് വിദ്യാർത്ഥിനികൾ പ്രശ്നമുണ്ടാക്കി. അതിനകത്ത് കുറച്ച് പേരൻസും സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്നാണ് മനസ്സിലാകാത്തത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാനാണ് നമ്മൾ സ്കൂളുകളിലോട്ട് അയക്കുന്നത്. അതായത് ഒരു കുട്ടികളുടെ വ്യക്തിത്വ വികസനം, അതായത് അവരുടെ ഒരു ബുദ്ധി വികസനം, അവരുടെ അറിവ് നേടുന്നത് എല്ലാം ഈ കലാലയങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ കലാലയങ്ങളിലേക്ക് മതം അടിച്ചു കയറ്റുവാൻ ആരാണ് ഇത്ര ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. കാരണം വിദ്യാർത്ഥികൾ അവർ പഠിക്കേണ്ട കാലഘട്ടങ്ങളിലാണ് നല്ല ശീലങ്ങൾ പഠിച്ചു വരേണ്ടത്. നല്ല സ്കൂളുകളിൽ നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നും ഇവർ ഈ നല്ല കാര്യങ്ങൾ പഠിച്ചു വന്നു കഴിയുമ്പോഴാണ് ഇവരൊരു നല്ല വ്യക്തിയായിട്ട്, ഒരു നല്ല പൗരനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു പൗരയായിട്ടൊക്കെ ഈ ലോകത്തിൽ അവർ രൂപപ്പെട്ടു വരുവാൻ കാരണമായി തീരുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കേണ്ട ആ നല്ല കാലയളവിൽ അവരുടെ ഉള്ളിലേക്ക് ഈ മതം ആരാണ് തിരികെ കയറ്റുന്നത്? സ്കൂളുകൾ ഒരിക്കലും ഒരു മതത്തെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പിന്നെ നമ്മൾക്കറിയാം, അതാത് മാനേജ്മെൻറ്റുകളിൽ, അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണെങ്കിൽ അവരവരുടെ ക്രിസ്ത്യൻ ആ ഒരു ഇതായിരിക്കും ഫോളോ ചെയ്യുന്നത്. കാരണം അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരുടെ പൈസ കൊടുത്ത്, അവരുടെ സ്വത്ത് കൊടുത്ത് അവർ ഉണ്ടാക്കിയ സ്കൂളാണ് എന്ന് പറയുന്നത് പോലെ മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ, മുസ്ലിം സ്കൂളുകളിൽ അവരുടേതായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പൈസ കൊടുത്ത് അവരുണ്ടാക്കിയതാണ് ആ സ്കൂൾ എന്ന് പറയുന്നത് പോലെ. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ സ്കൂളാണെങ്കിൽ അവർ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതായത് ഹിന്ദു ആ ഒരു റൂളാണ് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം അവരുടെ പൈസയാണ്, അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതൊന്നും നമ്മൾക്ക് പറ്റത്തില്ല എങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മതത്തിനോട് അത്ര തീവ്രത പുലർത്തുന്ന ആരാണെങ്കിലും, അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അത്ര മത തീവ്രമായി തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതാത് കമ്മ്യൂണിറ്റികളുടെ സ്കൂളുകളിൽ, അതായത് അത്ര തീവ്രവാദമുള്ള മുസ്ലിംസ് ആണെങ്കിൽ നിങ്ങളുടെ മുസ്ലിം സ്കൂളുകളിൽ കുട്ടികളെ വിടുക. അത്ര തീവ്രവാദമുള്ള ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുക. അതല്ല എങ്കിൽ അത്ര തീവ്രവാദമുള്ള ഹിന്ദു വ്യക്തികളാണെങ്കിൽ അവരുടെ ഹിന്ദുവിൻ്റെ മേൽനോട്ടത്തിലുള്ള സ്കൂളുകളിൽ കുട്ടികളെ പറഞ്ഞു വിടുക. അപ്പോൾ അവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അവർ നടപ്പാക്കി തരുമായിരിക്കും. എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ, ഇനി അതൊന്നുമല്ല എങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, അവിടെ ആശ്രയിക്കുക. ഇനി മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ചെന്നിട്ട് ഞങ്ങളുടെ അജണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളാണ് കൂടുതൽ ഇവിടെ പഠിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ രീതികൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനത്തെ അതിൻ്റെ പിന്നിലൊക്കെയുള്ള ഗൂഢലക്ഷ്യങ്ങളെ തുടക്കത്തിൽ തന്നെ തകർത്തെറിയുക തന്നെ വേണം. കാരണം നമ്മൾക്ക് വേണ്ടത് കുറേ മതഭ്രാന്തന്മാരെയല്ല. നമ്മൾക്ക് വേണ്ടുന്നത് മൂല്യബോധമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, മതസ്നേഹം പുലർത്തുന്നതും മാത്രമല്ല, ഒപ്പം നല്ലൊരു പൗരനെ അല്ലെങ്കിൽ ഒരു പൗരയാണ് നമ്മൾക്ക് ആവശ്യം. മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന, മനുഷ്യത്വമുള്ള കുറച്ച് കുഞ്ഞുങ്ങളെയാണ് നമ്മൾക്ക് ആവശ്യം. അവരാണ് ഈ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യത്തുള്ളൂ. അല്ലാതെ കുറേ മത തീവ്രവാദികളെയും കൊണ്ട് ഒരിക്കലും ഒരു രാജ്യത്തിന് ഗുണം ചെയ്യത്തില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ എടുക്കുക. പാകിസ്ഥാനിൽ അവിടുത്തെ കാര്യം എന്താണ്? അവരൊത്തിരി മതത്തിന് പ്രാധാന്യം കൊടുത്തു, ബട്ട് അവർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തില്ല. അതാണ് ആ ഒരു രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നിൽ. ഇപ്പറേ ബംഗ്ലാദേശിലെടുക്കുക. അവർ നല്ലൊരു ഷെയ്ഖ് ഹസീന, അവർ നല്ലൊരു സ്ത്രീയായിരുന്നു. അവർ ആ രാജ്യത്തെ നന്നായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നതായിരുന്നു. അവിടെയും കുറച്ച് മത തീവ്രവാദികൾ കയറി അതിനകത്ത് കലഹമുണ്ടാക്കി, അവരെ അടിച്ചു പുറത്താക്കി. അവിടെയും ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇതാണ് ഈ ഒരു മത തീവ്രവാദികൾ സൃഷ്ടിക്കുന്നത്. അത് ഞാൻ ഒരു മതവിഭാഗത്തെ മാത്രമല്ല പറയുന്നത്. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളെയും ഒരിക്കലും വളരാൻ അനുവദിച്ചുകൂടാ. അവരൊരു രാജ്യത്തെ തകർക്കത്തേ ഉള്ളൂ. ആ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനോ പുരോഗതിക്കോ വേണ്ടി അവർ പ്രവർത്തിക്കത്തില്ല. ആ രാജ്യം തകർന്നു പോകത്തുള്ളൂ. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ തീവ്രവാദം ഉയർന്നുകൊണ്ട് വന്നാൽ അത് ആ രാജ്യത്തെ തകർത്ത് കളയത്തേട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് വേണ്ടത് വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിദ്യയാണ്. വിദ്യാർത്ഥികളെ ആയിട്ടല്ല വളർന്നു വരേണ്ടത്. അവർ വളർന്നു വരേണ്ടത് നല്ലൊരു വ്യക്തികളായിട്ടാണ് വളർന്നു വരേണ്ടത്. അതേ ഈ സമൂഹത്തിന് ഗുണം ചെയ്യത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നിർമ്മല കോളേജിൻ്റെ ഇഷ്യൂ ഏറെക്കുറെയൊക്കെ തണുത്തിരിക്കുമ്പോഴാണ് അടുത്തത് ഉയർന്നു വരുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? ഇതിൻ്റെ പിന്നിൽ ഒരു മതത്തിനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ കുട്ടികളിൽ മതബോധം വളർത്തുക എന്നുള്ളതൊന്നുമല്ല.
ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഒരു ഗൂഢലക്ഷ്യം, വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മുൻപിൽ നിർത്തി ഇതിന് പിന്നിൽ വേറെ ഏതോ ഹിഡൻ അജണ്ടയുള്ള ആൾക്കാർ കളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതല്ല എങ്കിൽ ഒരു ഇഷ്യൂ ഇത്രയും പ്രശ്നങ്ങളായിട്ടും അടുത്ത ഒരു വിഷയവുമായിട്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഉയർന്നു വരുവാൻ കാരണം? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള ഒരു ഹിഡൻ അജണ്ടയെ തന്നെ ആദ്യം തന്നെ തകർത്ത് കളയണം. അതാരാണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടുന്നത്. ഇനി സ്കൂളുകളിൽ ഇങ്ങനെയുള്ള എന്താ പറയുക, മതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് വ്യക്തികൾ വന്നാലും, അത് ക്രിസ്ത്യൻ ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ഏത് സ്കൂളുകളിലാകട്ടെ, ഇങ്ങനെ മതവുമായിട്ട് കുത്തിത്തിരിപ്പി വരുന്നവരെ അത് പേരൻസിൻ്റെ സപ്പോർട്ടാണെങ്കിൽ, കുട്ടികൾ മാത്രമാണെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവർക്കത് മനസ്സിലാകും. ഇനി അതല്ല പേരൻസിൻ്റെ സപ്പോർട്ടോടാണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, TC കൊടുത്ത് പറഞ്ഞ് വീട്ടിൽ വിട്ടുകൊള്ളുക. അവരുടെ വീട്ടിൽ കൊണ്ടിരുത്തി മതം പഠിപ്പിക്കട്ടെ. എന്താണെങ്കിലും അത് ഏത് സമൂഹമാണെങ്കിലും അവരുടെ വീട്ടിൽ കൊണ്ടിരുത്തി മതം പഠിപ്പിക്കട്ടെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരിക്കലും ഒരു മതത്തിന് വേണ്ടി കീഴടങ്ങുവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം ഞാൻ ഒന്നും കൂടി ഊന്നി പറയാം. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ മതവിഭാഗങ്ങളെ വളരുവാൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾക്കറിയാം, കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഭയങ്കര അസഹിഷ്ണുത ഉണ്ടാകുന്നുണ്ട്. അത് എവിടെ നിന്നാണ് ഈ അസഹിഷ്ണുത മുളപൊട്ടി വന്നത്? ഞാൻ വ്യക്തമായി പറയാം. ഇവിടെ കൂടുതലുള്ളത് ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്. അവർ പിന്നെ ഏറെക്കുറെ സൈലൻ്റ് ആയിട്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മൾക്കവരെ കാണുന്നത്. അവർ കുറേയൊക്കെ സൈലൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വിഭാഗം, അതായത് RSSകാർ അല്ലെങ്കിൽ BJPക്കാരൊക്കെ ഇതിൻ്റെ പിന്നിലോട്ട് അവർ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലത്തെ കാര്യം ഈ ന്യൂനപക്ഷങ്ങൾ, അതായത് ക്രിസ്ത്യൻസ്, മുസ്ലിംസ് പോലെയുള്ള ന്യൂനപക്ഷങ്ങൾ ഒത്തിരി മത തീവ്രവാദവുമായിട്ട് മുന്നോട്ട് വരുന്നതുകൊണ്ട് അവരൊത്തിരി മതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവകാശങ്ങളെ പിടിച്ചെടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ കലഹങ്ങളും കുറേ ലഹളകളും ഇതുപോലെയുള്ള ഈ സ്കൂളുകളിലുള്ള ഇഷ്യൂസും ഒക്കെ ആയിട്ട് മുൻപോട്ട് വരുന്നത് കൊണ്ടാണ് ഒരു വിഭാഗം ഹിന്ദുക്കൾ ഇതിനെ എതിർത്ത് മുന്നോട്ട് വരുവാൻ കാരണം. ആദ്യം അവർ ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. അതിൻ്റെ പിന്നിലത്തെ കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. അതായത് ഈ മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ തീവ്രവാദം ഒത്തിരി തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. മത തീവ്രവാദം ഒത്തിരി പ്രചരിപ്പിക്കുന്നത് കൊണ്ടും അത് ഒത്തിരി തലയിലോട്ട് ഇങ്ങനെ അടിച്ചു കയറ്റുന്നത് കൊണ്ടും അതിന് അനുസൃതമായ പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അരക്ഷിതാവസ്ഥ ഇവിടെ ഉടലെടുത്ത് വരുവാൻ കാരണം. മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു മത തീവ്രവാദവും വില പോകത്തില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് ഏത് വിഭാഗം ഉയർന്നു വന്നാലും, അതായത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ആരും ഉയർന്നു വന്നാലും വിവരമുള്ള ഒരു കൂട്ടം ജനങ്ങൾ, അതായത് 75% വിവരമുള്ളവരാണ്. ഈ 25% വിവരമില്ലാത്ത കുറേ എണ്ണങ്ങളാണ് ഈ മതം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അവരാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ ആ 25%, 75%, അതായത് വിവരമുള്ള മതേതര ബോധമുള്ള ആൾക്കാർ, 75% വരുന്ന ആൾക്കാർ അടിച്ചു ഇരുത്തുക തന്നെ ചെയ്യും. അതിനകത്ത് ഈ 75%-ൽ ഹിന്ദു മാത്രമല്ല പെടുന്നത്, അതിൽ ഹിന്ദുക്കൾ പെടും, ക്രിസ്ത്യൻസ് പെടും, മുസ്ലിംസ് പെടും. ഈ വിവരമുള്ള ആൾക്കാർ ആരും ഒരിക്കലും ഈ മത തീവ്രവാദവും പറഞ്ഞുകൊണ്ട് ചെല്ലത്തില്ല. നിങ്ങൾ എടുത്തു നോക്കിക്കും, ഞാൻ പറയുന്നത് കറക്റ്റാണോ എന്ന് നിങ്ങൾ നോക്കിക്കും. ഈ ഏത് വിഭാഗത്തിൻ്റെ ആണെങ്കിലും ഈ മത തീവ്രവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികളെ ഓർത്ത്, ഒന്നാമത് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല, ഈ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ. രണ്ട്, അവർ തീരെ പാവപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായിരിക്കും, അല്ലെങ്കിൽ തീരെ ഒന്നുമില്ലാതെ ഇരുന്ന് വന്നിട്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഉഡായിപ്പിലൂടെ പണം സമ്പാദിച്ചവരായിരിക്കും. ഇങ്ങനെയുള്ള ടീമുകളാണ് ഈ ഏത് വിഭാഗത്തിലും, ഈ 3 വിഭാഗത്തിലും പെട്ട് തീവ്രവാദവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മളെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം വിദ്യാഭ്യാസം നമ്മൾക്കുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ ഇങ്ങനെയുള്ള വിവരം കെട്ട പരിപാടികൾ കാണിക്കുവാനോ നമ്മൾ ഒരിക്കലും പോകത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ എപ്പോഴും അവരെ നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരായിട്ട് വളർത്തിയെടുക്കണമെന്ന് പറയുവാനുള്ള കാരണവും ഇതുകൊണ്ട് തന്നെയാണ്. കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരായിട്ട് വളർന്നു വരട്ടെ, അവർക്ക് വിവേകമുണ്ടാകട്ടെ, അവർക്ക് വിവരമുണ്ടാകട്ടെ. അപ്പോഴാണ് ഇങ്ങനത്തെയുള്ള കാട്ടുനിയമങ്ങളൊന്നും അവർ ഫോളോ ചെയ്യാതിരിക്കത്തുള്ളൂ. നമ്മൾക്ക് ആവശ്യമാണ്, ഭക്തിയൊക്കെ നമ്മൾക്ക് ആവശ്യമാണ്. അത് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന്, ഞാൻ ഭക്തിയുള്ളൊരു സ്ത്രീയാണ്, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു അയൽക്കാരനോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു വ്യക്തികൾക്കും അതൊരു എന്താ പറയുക, അതൊരു ദോഷമാകാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അവർക്കൊരു ശല്യമാകാത്ത വിധത്തിലായിരിക്കണം ഞാൻ എൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ആരാധനാലയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. അത് മറ്റുള്ളവർക്കൊരു ശല്യമാകരുത്. കാരണം എല്ലാവരുമുണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ ഇന്ത്യയിലും ഈ കേരളത്തിലുമുണ്ട്. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. നമ്മുടെ വില നമ്മൾ തന്നെ കളയാതിരിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പം ഉള്ളൊരു ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുവാൻ കാരണം? അത് ഞാൻ പറയട്ടെ, ഒരു 75% നല്ല മുസ്ലിംസാണ്, ഒരു 25% മാത്രമാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് അല്ലെങ്കിൽ കടുത്ത മതം പ്രചരിപ്പിക്കുന്നവരായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. അവരുടെ കാട്ടിക്കൂട്ടലുകളാണ് ബാക്കി 75%-നും ദോഷമായി തീരുന്നത്. ഒരിക്കലും അവരത് ആഗ്രഹിക്കുന്നവരല്ല. നമ്മൾക്കറിയാം, ഒത്തിരി നല്ല വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്, ഒത്തിരി നല്ല മുസ്ലിംസ് ഉണ്ട്. അവരെ പറയിപ്പിക്കുവാൻ വേണ്ടി ഒരു 25% ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ 75% ആൾക്കാർക്കും കൂടി ഒരു ദോഷമായി തീരത്തുള്ളൂ.
ഇത് ഒരു വിഭാഗത്തിൽ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ മതവിഭാഗത്തിലും ഈ ഒരു 25% ഇങ്ങനെ ഒരു തീവ്രവാദവും പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് നമ്മൾ അനുവദിച്ചുകൂടാ. കാരണം ഒരു തീവ്രവാദികളെ അല്ല നമ്മൾക്ക് ആവശ്യം. രാജ്യത്തിന് വേണ്ടത് തീവ്രവാദികളെയല്ല, രാജ്യത്തിന് വേണ്ടത് നല്ല പൗരന്മാരെയാണ് ആവശ്യം. അങ്ങനെയുള്ള നല്ല പൗരന്മാരെ വാർത്തെടുക്കുവാനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ മതം കുത്തിത്തിരികാൻ വരുന്നവരെ അപ്പം തന്നെ അവരെ അതിന് ഒരു തക്കതായ കഠിനമായ ഒരു നീക്കം അതിനകത്ത് ഉണ്ടാകേണ്ടതാണ്. അതായത് വിദ്യാർത്ഥികൾ മാത്രമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വീണ്ടും അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ TC കുറച്ച് കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടോളുക. അവർക്ക് സൗകര്യമുള്ളിടത്ത് അവർ പോയി പഠിക്കട്ടെ. അത് ഏത് മതവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഇത് തന്നെയായിരിക്കണം റൂൾ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്, പേരൻസിൻ്റെ സപ്പോർട്ടോടെയാണ് വരുന്നതെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരെ അപ്പം തന്നെ TC കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം വിദ്യാഭ്യാസം വേണ്ടുന്ന കുട്ടികൾ വന്ന് പഠിച്ചുകൊള്ളും. വിവരമുള്ള മാതാപിതാക്കന്മാരുടെ മക്കൾ നല്ല സ്കൂളുകൾ തിരഞ്ഞെടുക്കുകയും വന്ന് പഠിക്കുകയും ചെയ്യും. കാരണം അവർക്കറിയാം അവർക്ക് വേണ്ടത് ഒരു മതഭ്രാന്തന്മാരെ അല്ല, അവർക്ക് വേണ്ടത് വിദ്യാഭ്യാസവുമുള്ള നല്ല പൗരന്മാരെയാണ്, നല്ല മൂല്യബോധമുള്ള വ്യക്തികളെയാണ് അവർക്ക് വേണ്ടതെന്ന് ഉത്തമ ബോധമുള്ള പേരൻസ് ഒരിക്കലും ഇങ്ങനത്തെ കാടത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കത്തില്ല. ഓക്കെ, എനിവേ നമ്മൾ മനസ്സിലാക്കുക, കുട്ടികളെ നല്ലവരായിട്ട് വളർത്തിയെടുക്കുക. ഒരു മതതീവ്രവാദിയെ വളർത്തിയെടുത്തിട്ട് എന്ത് നേടാനാണ്? അവരുടെ ലൈഫ് തന്നെ അവസാനം കൊണ്ട് കുളമാകത്തേ ഉള്ളൂ. അല്ലാതെ അവർക്ക് നല്ലത് ഒരു മതതീവ്രവാദി ഒരിക്കലും സമൂഹത്തിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ ആ ഒരു വ്യക്തിക്കോ പോലും ഗുണമായി തീരത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. നല്ല പൗരന്മാരെ വാർത്തെടുക്കുവാനാകട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മതങ്ങളെ അടിച്ചമർത്തുക തന്നെ വേണം, മതങ്ങളെ ഒഴിവാക്കുക തന്നെ വേണം. എനിവേ അതിനുള്ള ഒരു നീക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും, എല്ലാ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതും എല്ലാ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുക തന്നെ വേണം. ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ വേണം. പ്രതിഷേധിക്കുകയല്ല, ശക്തമായ തീരുമാനങ്ങൾ എടുക്കുക തന്നെ വേണം. ഒരു മതവും ഇവിടെ ഓവറായിട്ട് വളരണ്ട. മതങ്ങളുണ്ട്, അത് അവനവനും അവൻ്റെ കുടുംബത്തിനുമായിരിക്കണം. അല്ലാതെ നാട്ടുകാരുടെ മേത്ത് കുതിര കയറാൻ വേണ്ടി ഒരു മതങ്ങളും ആകാൻ പാടില്ല. നല്ല പൗരന്മാരായി നല്ല വ്യക്തികളായി വളർന്നു വരുവാൻ, നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കഴിയട്ടെ എന്നും ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.